ഗൂഗിളിൻ്റെ VEO2 AI ഫീച്ചേഴ്സ് ലോകത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്മാർട്ട് ഫോണുകളാണ് ഹോണർ 400ഉം ഹോണർ 400 പ്രോയും. അതായത് ഗൂഗിളിൻ്റെ പിക്സൽ സ്മാർട്ട് ഫോണിൽ പോലുമല്ല ആ ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് അർത്ഥം. എനിവേ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഒട്ടകങ്ങൾ ഇങ്ങനെ വരിവരിയായി പോകുന്ന ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോയോ അല്ലെങ്കിൽ ലൈവ് ഫോട്ടോയോ ഒന്നുമല്ല, സാധാരണ ഒരു ഫോട്ടോ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതെങ്ങനെയാണുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. എനിവേ ഈ ഒരു ഹോണർ 400 പ്രോയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഏകദേശം ഒരാഴ്ചക്കടുത്തായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നും പറയുന്നത് പോലെ ഇന്ന് ഞാൻ പറയില്ല വീഡിയോ ലൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. കാരണം എനിക്കറിയാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു ഹോണർ 400 പ്രോയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് വരുന്നുണ്ട്. 100 വാട്ടിന്റെ ഹോണർ സൂപ്പർ ചാർജ് അഡാപ്റ്റർ ആണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിൾ. ഇനി 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ലൂണാർ ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഇത് കൂടാതെ മിഡ് നൈറ്റ് ബ്ലാക്കിലും ടൈഡൽ ബ്ലൂവിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2 ലെയറായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. അലൂമിനിയമാണ് ബോഡി ഫ്രെയിം. 8.1 mm ബോഡി തിക്നെസ്സും 205 ഗ്രാമാണ് ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, IR ബ്ലാസ്റ്റർ, സെക്കൻഡറി സ്പീക്കർ ഗില്ല്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗില്ല്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ വൈസ് ശരിക്കും ഒരു പ്രീമിയം ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ SGSന്റെ 5 സ്റ്റാർ റേറ്റഡോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതുകൂടാതെ തന്നെ IP68 and 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചിന്റെ കോഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. ഭയങ്കര രീതിയിലുള്ള ഒരു കർവ് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ തിൻ ആയിട്ടുള്ള ബെസലാണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 5000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതായത് ചില HDR കണ്ടന്റിലൊക്കെ അത്രത്തോളം പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയാൽ തന്നെ എക്സ്ട്രീം സിറ്റുവേഷനിലാണെങ്കിൽ കൂടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 460 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാം. ആമസോണിൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ HDR സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നീട് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഐ കംഫർട്ട് ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ഹോണറിൻ്റെ ഡിസ്പ്ലേ അറിയുന്നത്. അതായത് 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിലാണെങ്കിൽ കൂടിയും താരതമ്യേന ഫ്ലിക്കറിങ് കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്ട്രെയിൻ നമ്മുടെ കണ്ണിൽ വരില്ല. മാത്രമല്ല 1.5 nits വരെ ലോ ബ്രൈറ്റ്നസ്സിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് മോഷൻ സിക്നസ് റിലീഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാം. അതായത് നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടുള്ള രീതിയിലുള്ള നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡോട്ട്സ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണോ വണ്ടി മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ ആ ഒരു ഡോട്ട് ആ ഒരു മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഡിസ്കംഫേർട്ട് നമുക്ക് ആ ഒരു സമയത്തും ഡിസ്പ്ലേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിട്ടുള്ള Qualcomm Snapdragon 8 Gen 3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാകോറിൽ 3.05 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Adreno 750 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഗെയിമിങ്ങിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് പ്രോ ലെവൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈവൻ PUBG ആണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഞാൻ 40 മിനിറ്റോളം ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് യാതൊരു തരത്തിലുള്ള ലാഗിങ് ഇഷ്യൂ, ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിക്കും. പക്ഷേ ചെറുതായിട്ടുള്ള രീതിയിൽ വാമാകുന്നത്, ഒരു ഹീറ്റിംഗ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, വാമാകുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ 2 മെമ്മറി വേരിയൻസിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ 256GB 12GB റാമിൽ 512GB. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ 12GB റാമിൽ 512GB മാത്രമാണ് അവൈലബിൾ ആകുന്നത്. LPDDR5X ആണ് റാം ടൈപ്പ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എനിവേ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 5G സപ്പോർട്ടാണ്. 2 ഫിസിക്കൽ സിം കാർഡ് കൂടാതെ ഒരു സിം കാർഡ് കൂടി നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരേ സമയം 2 നെറ്റ്വർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കൂ. അതായത് 2 ഫിസിക്കൽ സിം കാർഡ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിം കാർഡ് ഒരു സിം കാർഡ് എന്നുള്ള രീതിയിൽ. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. Wi-Fi 6E 7 ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്.
NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഹോണറിന്റെ നമ്പർ സീരീസിൽ ഇത്രയധികം വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് MagicOS 9 ആണ് വരുന്നത്. 6 വർഷത്തെ സോഫ്റ്റ്വെയർ ആൻഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. എനിവേ വീഡിയോയുടെ ഇൻട്രോയിൽ ഞാൻ കാണിച്ചിരുന്ന ഒരു ഫോട്ടോയെ എങ്ങനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നത്, അതിനായിട്ട് നമ്മുടെ ഗാലറിയിൽ നമുക്ക് ഇമേജ് ടു വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ഫോട്ടോസ് ഏത് ഫോട്ടോ ആണെങ്കിലും 5 സെക്കൻഡ് വരെയുള്ള വീഡിയോ ആക്കി നമുക്കത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നിലവിൽ അത് ഫ്രീ ആണ്. അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഹോണർ 400 സീരീസിലാണ്. എനിക്ക് 1-2-3 മാസത്തിന് ശേഷം ഒരുപക്ഷെ അത് പെയ്ഡാവാൻ, പെയ്ഡാവാൻ തന്നെയാണ് സാധ്യത. എനിവേ ഇതുകൂടാതെ ഒട്ടനവധി മറ്റ് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് എസ്പെഷ്യലി AI ഫോട്ടോ എഡിറ്ററുടെ കാര്യം എടുത്ത് പറയുന്നതാണ്. അതിൽ AI എറേസർ, അൺവാണ്ടഡ് ഒബ്ജക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യുന്ന ഓപ്ഷൻ, അതുപോലെ തന്നെ AI അപ്സ്കെയിൽ, ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസ് കുറച്ചും കൂടി ക്വാളിറ്റിയിലാക്കി അപ്സ്കെയിൽ ചെയ്യുന്നത് ഓപ്ഷന്, AI ഔട്ട് പെയിൻറ്റിങ്, നമ്മുടെ നിലവിലെടുത്ത ഫോട്ടോസിന് കുറച്ചും കൂടി വൈഡറാക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നുള്ള കാര്യത്തിലുള്ള ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഫോട്ടോ എഡിറ്റിൽ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ മാജിക് പോർട്ടൽ, AI ട്രാൻസ്ലേറ്റ്, AI കോൾ ട്രാൻസ്ലേറ്റ്, അതുപോലെ തന്നെ AI മാജിക് ടെക്സ്റ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് സോഫ്റ്റ്വെയർ ബേസും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക ഫീച്ചേഴ്സും നമ്മൾ ആ ഒരു മാജിക് 7 പ്രോയിലൊക്കെ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ ഈ ഒരു ഹോണർ 400 സീരീസ്, അതായത് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിലും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 6000 mAh തേർഡ് ജനറേഷൻ സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 100 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 നമുക്ക് ഏകദേശം 40 മിനിറ്റ്സ് കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. 0 to 50 ആണെങ്കിൽ ഏകദേശം 15 മിനിറ്റ്സ് കൊണ്ടും ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കൂടി ഇതിൽ സപ്പോർട്ടാണ്. ഇനി ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ എത്ര ഹെവി യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈസി ആയിട്ട് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് മുകളിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, ഒപ്റ്റിക്കലാണ് സെൻസറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇനി 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കീ ഫാക്ടർ ക്യാമറ, 3 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 200 മെഗാ മെയിൻ ലെൻസ് വിത്ത് OIS സപ്പോർട്ടോട് കൂടിയിട്ടുള്ളത്, 12 മെഗാ അൾട്രാ വൈഡ് ലെൻസ്, 50 മെഗാ 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് വിത്ത് OIS സപ്പോർട്ട് ഉള്ളത്. സോണിയുടെ IMX856 ആണ് സെൻസറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർബ് എന്നേ പറയാനുള്ളൂ. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി എടുത്തിരിക്കുന്ന മിക്ക ഫോട്ടോസ് നല്ല ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ തന്നെ മിക്കതും ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ കളറാണ് മിക്ക സമയത്തും ലഭിച്ചിട്ടുള്ളത്. ചില ഫോട്ടോസിൽ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡേലൈറ്റ് ഫോട്ടോസ് ആണെങ്കിലും HDR പെർഫോമൻസ് ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ സൂപ്പർബ് എന്ന് തന്നെ പറയാൻ കാര്യത്തിലുള്ള ആ ഒരു ക്വാളിറ്റിയുള്ള നല്ല ഡീറ്റെയിൽസ് നൽകുന്ന നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 12 മെഗാ അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തതെങ്കിലും മാക്രോ ഫോട്ടോഗ്രാഫി ഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒരു എടുത്തു പറയേണ്ടത് ഈ ഒരു 50 മെഗാ ആ ഒരു ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന എസ്പെഷ്യലി ഹ്യൂമൻ പോർട്രേറ്റിൻ്റെ ഫോട്ടോസ് ഒരു രക്ഷയില്ല. നമ്മൾ ആ ഒരു സബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള സെപ്പറേഷനും അതുപോലെ തന്നെ ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് ആയി നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 50x മുകളിൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആ ഒരു ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് AI സൂപ്പർ സൂം അതിൽ സപ്പോർട്ടാണ്. അതായത് നമ്മൾ എടുത്ത ഫോട്ടോ കുറച്ചും കൂടി ഒന്ന് അപ്സ്കെയിൽ അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടിയിട്ട് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നൽകുന്നത് അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇനി 50 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ഫോട്ടോസും മിക്കതും നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഡേലൈറ്റ് ഫോട്ടോസൊക്കെ നല്ല ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. HDR ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ നല്ല ഡീറ്റെയിൽസ് ഈവൻ നൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ
റിയർ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി നൽകുന്ന സ്മാർട്ട് ഫോൺ ആണെന്ന് നിസ്സംശയം പറയാം. വീഡിയോഗ്രാഫിയുടെ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് വീഡിയോഗ്രാഫിയിലുണ്ട് എന്നതും. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കയ്യിലാണ് ഫോണുള്ളത്. യാതൊരു തരത്തിലുള്ള ഡിവൈസ് യൂസ് ചെയ്തിട്ടില്ല. നല്ല കിഡിലനായിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള HDR പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കിഡിലനായിട്ടുള്ള ഒരു വീഡിയോ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പക്ഷേ കിഡിലനായിട്ടുള്ള HDR പെർഫോമൻസും അതുപോലെ തന്നെ നല്ല സൂപ്പർബായിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതി തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. Honor 400 Proയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 512GBക്ക് 2499 ഖത്തർ റിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. എനിവേ ഈ ഒരു മെയ് 28 വരെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രീ ഓർഡർ പീരീഡ് ഖത്തറിൽ എന്ന് പറയുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഹോണറിൻ്റെ ഒരു ഫിറ്റ്നസ് വാച്ച്, ഹോണറിൻ്റെ തന്നെ ഒരു ഫ്രീ ബഡ്സ്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്ട്രാ കേസ്, ഓൾ ഓവർ GCC വാറണ്ടി, ഒരു വർഷത്തെ ഡാമേജ് പ്രൊട്ടക്ഷൻ വാറണ്ടി. അത് ഡിസ്പ്ലേ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പിറകുവശമാണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ അതിനെന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു തവണ ചെറിയൊരു സർവീസ് ചാർജ് മാത്രം ഈടാക്കൊണ്ട് അവർ മാറ്റി തരുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ പ്രോസസ്സറും കിഡിലനായിട്ടുള്ള ക്യാമറ പെർഫോമൻസും സൂപ്പർബായിട്ടുള്ള ഡിസ്പ്ലേയും നല്ല ഗംഭീരമായിട്ടുള്ള ബാറ്ററി പെർഫോമൻസും സ്പീക്കർ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം തന്നെ ഒരു കിഡിലൻ പെർഫോമൻസ് എന്നുള്ള അല്ലെങ്കിൽ നിയർ ടു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ, അതായത് Honor 400ൻ്റെ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.